ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പാതുവായിലെ വിശുദ്ധ അന്തോണിയുടെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാവുന്ന വലിയൊരു സന്ദേശമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുക, തീ എടുത്തതിലൂടെ തീഗോളമായി മാറിയ ഒരു വ്യക്തിയെന്ന് പാതുവായിലെ വിശുദ്ധ അന്തോണിയെക്കുറിച്ച് പറയാൻ പറ്റും. എടുത്തു, തീ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്പിരേഷൻ, പ്രചോദനം മറ്റുള്ളവരിൽ നിന്നും എടുത്തു. അതിനുശേഷം അനേകർക്ക് പ്രചോദനമാകുന്ന ഒരു ജീവിതമായിട്ട് അന്തോണിയുടെ ജീവിതം മാറിയത് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ അപ്പൻ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്, നല്ല ജോലി. അപ്പം അതുകൊണ്ട് തന്നെ മകനെ വളർത്തിയത് ഏതാണ്ട് ഒരു രാജകുമാരനെ പോലെയാണ്. അത്രയും സുഖജീവിതത്തിന് സാധ്യത ഉണ്ടായിരുന്നിട്ടും സുഖജീവിതത്തെക്കാൾ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് പാതുവായിലെ വിശുദ്ധ അന്തോണി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൊട്ടാര സുഖം അല്ലെങ്കിൽ സുഖമായ ഭക്ഷണം, സുഖമായ വാസം എന്നതിനേക്കാൾ ഈ മനുഷ്യൻ ഇഷ്ടപ്പെട്ടത് സന്യാസിമാരോടൊപ്പം ജീവിക്കുന്ന ആ ഒരു കാര്യം. അഗസ്റ്റീനിയൻ സന്യാസികളോടൊപ്പം ജീവിക്കുകയും അവരുടെ ആ ഒരു ജീവിത ശൈലി അത് അനുകരിക്കുകയും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ അഗസ്റ്റീനിയൻ സന്യാസിമാരിൽ ഏതാനും പേര് ആഫ്രിക്കയ്ക്ക് പോയി. അവിടെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നിട്ട് സുവിശേഷ പ്രഘോഷണം തുടങ്ങി. പക്ഷെ അധികം താമസിയാതെ അവരെ എല്ലാവരെയും, 5 പേരുണ്ടായിരുന്നു, 5 പേരെയും വധിച്ചു. പിന്നെ ഇവരുടെ ഡെഡ് ബോഡി, ഛേദനയറ്റ ശരീരം, അത് ഇവരുടെ സന്യാസ ഭവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സന്യാസ ഭവനത്തിലുണ്ടായിരുന്ന ഈ അന്തോണിക്ക് അവരെ ശുശ്രൂഷിക്കാനുള്ള ഒരവസരം കിട്ടി. പറഞ്ഞാൽ ആ ബോഡി ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിനൊരു പ്രചോദനം ഉണ്ടായി. എനിക്കും ഇതുപോലെ ആഫ്രിക്ക പോകണം, സുവിശേഷ വേല ചെയ്യണം. അദ്ദേഹം വൈദികനായി സന്യാസ സമൂഹത്തിൽ. എന്നിട്ട് അദ്ദേഹം ആഫ്രിക്കയ്ക്ക് പോവുകയും ചെയ്തു. ഒരു നീഗ്രോയും ആ മനുഷ്യനെ തൊട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പോയിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് സുവിശേഷ വേല അവിടെ ചെയ്തു. അതിനുശേഷം തിരിച്ച് ആശ്രമത്തിലേക്ക് വരുമ്പോൾ കപ്പൽ കയറി. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് കാലാവസ്ഥയുടെ പ്രതികൂല കാലാവസ്ഥ അതുമൂലമായിരിക്കാം കപ്പൽ അടുത്തത് ഇവരുദ്ദേശിച്ച സ്ഥലത്തല്ല, ഇറ്റലിയിലാണ്. അവിടെ ഇറങ്ങിയിട്ട് അന്തോണി ചെയ്തൊരു കാര്യം, അവിടെ ഒരു ആശ്രമത്തിൽ കുക്കിങ്, വിറകുവെട്ട്, ക്ലീനിങ്, ഇങ്ങനെയുള്ള ലളിതമായ കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ വലിയ സന്തോഷത്തോടെ പുള്ളി ചെയ്തു പോന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗ ജാതിരിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ട് ഒരു ചാൻസ് കൊടുത്തു. ഒരു പ്രസംഗത്തിന് അദ്ദേഹം നന്നായിട്ട് ആ പ്രസംഗം നടത്തി. ഇതേക്കുറിച്ച് മനസ്സിലാക്കിയ ഫ്രാൻസിസ് ഓഫ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഇദ്ദേഹത്തെ നിയോഗിച്ചു ഇറ്റലിയിൽ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ പോയി സുവിശേഷ പ്രസംഗം നടത്താൻ. ഇനി അത് വളരെ ഇഫക്റ്റീവായിരുന്നു. ഒരുപാട് ആളുകൾ വലിയ താല്പര്യത്തോടു കൂടി അത് കേൾക്കാൻ വന്നിരുന്നു. ഒത്തിരി പേർക്ക് മാനസാന്തരം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഒരുപാട് നന്മ അതുമൂലം അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്തോണിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. പാതുവായിലെ വിശുദ്ധ അന്തോണി ഇന്നും ഒരുപാട് വ്യക്തികൾ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു വിശുദ്ധനാണ്. ഒത്തിരി പേർക്ക് പ്രചോദനം നൽകിയ ഒരു വിശുദ്ധനായിട്ട് ഈ വിശുദ്ധനെ നമുക്ക് കാണാൻ പറ്റും. ഒരു സംഭവം പറയപ്പെട്ടിരുന്നു, നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിശുദ്ധ അന്തോണിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില വിശിഷ്ടമായിട്ട് കരുതിയിരുന്ന പ്രസംഗത്തിൻ്റെ നോട്ട്, ചില പ്രാർത്ഥന പുസ്തകങ്ങൾ ആരോ ഒരു തമാശയ്ക്ക് അത് അടിച്ചു മാറ്റി. ഇനി അതുമൂലം അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്തോണിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. പാതുവായിലെ വിശുദ്ധ അന്തോണി ഇന്നും ഒരുപാട് വ്യക്തികൾ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു വിശുദ്ധനാണ്. ഒത്തിരി പേർക്ക് പ്രചോദനം നൽകിയ ഒരു വിശുദ്ധനായിട്ട് ഈ വിശുദ്ധനെ നമുക്ക് കാണാൻ പറ്റും. ഒരു സംഭവം പറയപ്പെട്ടിരുന്നു, നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിശുദ്ധ അന്തോണിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില വിശിഷ്ടമായിട്ട് കരുതിയിരുന്ന പ്രസംഗത്തിൻ്റെ നോട്ട്, ചില പ്രാർത്ഥന പുസ്തകങ്ങൾ ആരോ ഒരു തമാശയ്ക്ക് അത് അടിച്ചു മാറ്റി. ഇനി ഒരു ഐതിഹ്യം പറയുന്നത്, ഒരു ദൈവദൂതൻ വന്നിട്ട് ഊരിയ വാള് കൈപ്പിടിച്ച് അവൻ്റെ നേരെ വന്നിട്ട് അവനെ ഭയപ്പെടുത്തി വേഗം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുവന്ന് മാപ്പ് പറഞ്ഞ് അത് തിരിച്ചു കൊടുത്തു എന്നാണ് ഐതിഹ്യം പറയുക. അതുകൊണ്ടാണ് ഈ നഷ്ടപ്പെട്ട സാധനങ്ങൾ അത് കണ്ടുകിട്ടാൻ വേണ്ടി പെട്ടെന്ന് നമ്മൾ വിശുദ്ധ അന്തോണിയെ സമീപിക്കാറുള്ളത്, അവരുടെ മാധ്യസ്ഥം തേടാറുള്ളത്. പ്രഭാഷകൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു ബൈബിൾ കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് അന്തോണീസിൻ്റെ ജീവിതവും കാണാൻ പറ്റും. ഏലിയ പ്രവാചകൻ, അവൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. ഇതാണ് ഏലിയ പ്രവാചകനെ കുറിച്ച് വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് ഇതുപോലെ ഒരഗ്നി എടുക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് പാതുവായിലെ വിശുദ്ധ അന്തോണി. അവസാനം അദ്ദേഹം ഒരഗ്നി ഗോളമായിട്ട് മാറി എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുക, നമ്മളൊക്കെ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമുക്കിഷ്ടം സുഖജീവിതമാണോ സ്വർഗമാണോ?
അതുമൂലം അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്തോണിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. പാതുവായിലെ വിശുദ്ധ അന്തോണി ഇന്ന് ഒരുപാട് വ്യക്തികൾ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു വിശുദ്ധനാണ്. ഒത്തിരി പേർക്ക് പ്രചോദനം നൽകിയ ഒരു വിശുദ്ധനായിട്ട് ഈ വിശുദ്ധനെ നമുക്ക് കാണാൻ പറ്റും. ഒരു സംഭവം പറയപ്പെട്ടിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിശുദ്ധ അന്തോണിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില വിശിഷ്ടമായിട്ട് കരുതിയിരുന്ന പ്രസംഗത്തിൻ്റെ നോട്ട്, ചില പ്രാർത്ഥന പുസ്തകങ്ങൾ ആരോ ഒരു തമാശയ്ക്ക് അത് അടിച്ചു മാറ്റി. ഇനി ഒരു ഐതിഹ്യം പറയുന്നത്, ഒരു ദൈവദൂതൻ വന്നിട്ട് ഊരിയ വാള് കൈപ്പിടിച്ച് അവൻ്റെ നേരെ വന്നിട്ട് അവനെ ഭയപ്പെടുത്തി വേഗം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുവന്ന് മാപ്പ് പറഞ്ഞ് അത് തിരിച്ചു കൊടുത്തു എന്നാണ് ഐതിഹ്യം പറയുക. അതുകൊണ്ടാണ് ഈ നഷ്ടപ്പെട്ട സാധനങ്ങൾ അത് കണ്ടുകിട്ടാൻ വേണ്ടി പെട്ടെന്ന് നമ്മൾ വിശുദ്ധ അന്തോണിയെ സമീപിക്കാറുള്ളത്, അവരുടെ മാധ്യസ്ഥം തേടാറുള്ളത്. പ്രഭാഷകൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു ബൈബിൾ കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് അന്തോണീസിൻ്റെ ജീവിതവും കാണാൻ പറ്റും. ഏലിയ പ്രവാചകൻ, അവൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. ഇതാണ് ഏലിയ പ്രവാചകനെ കുറിച്ച് വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് ഇതുപോലെ ഒരഗ്നി എടുക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് പാതുവായിലെ വിശുദ്ധ അന്തോണി. അവസാനം അദ്ദേഹം ഒരഗ്നി ഗോളമായിട്ട് മാറി എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുക, നമ്മളൊക്കെ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമുക്കിഷ്ടം സുഖജീവിതമാണോ സ്വർഗമാണോ? നമ്മളൊക്കെ അധ്വാനിക്കാനുള്ളത് സുഖജീവിതത്തിന് വേണ്ടിയാണോ അതോ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണോ? വിശുദ്ധ നോർബർട്ട്, അദ്ദേഹം ഒരു സുഖിമാനായി ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിനൊരു പ്രത്യേക അനുഭവം പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായതുപോലെ ഒരു അനുഭവം ഉണ്ടായി. കുതിരപ്പുറത്തുനിന്നും വലിച്ച് എറിയപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് പോയി. ഇനി അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ പുള്ളി ഒരു സ്വരം കേട്ടു, ദൈവത്തിൻ്റെ സ്വരം. ഇനി അതേ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി സുഖജീവിതം വിട്ടിട്ട് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തത്. ഇതുപോലത്തെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ നമുക്കുണ്ടായാൽ പിന്നെ നമ്മൾ നോക്കുന്നത് സുഖമായിരിക്കില്ല, ദൈവത്തിൻ്റെ സ്നേഹം, അതുപോലെ തന്നെ സ്വർഗീയമായിട്ടുള്ള ആ ഒരു സൗഭാഗ്യം, അതായിരിക്കും നമ്മൾ ലക്ഷ്യം വെച്ച് നമ്മുടെ ജീവിതത്തിലും മുന്നേറുക. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത്, എടുക്കാതെ കൊടുക്കാനാവാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ കാര്യങ്ങൾ എടുക്കാൻ പറ്റിയാൽ കൊടുക്കാനും പറ്റും. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതം യഥാർത്ഥ ക്രിസ്തീയ ജീവിതമായിട്ട് മാറുക. ഒന്നാമത്തെ കാര്യം മാതൃക. യേശു മാതൃക നൽകിയതിനെക്കുറിച്ച് യോഹന്നാൻ 13-ാം അധ്യായം 15 വായിച്ചാൽ, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു, അത് നിങ്ങൾ ജീവിക്കുക. അങ്ങനെ പറഞ്ഞ യേശുവിനെ കാണാൻ പറ്റും. 1 കൊരിന്ത്യർ 11:1 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ യേശുവിനെ അനുകരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം. ഒരു മാതൃക നൽകിയ വ്യക്തി എന്ന് പൗലോസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. മാതാപിതാക്കളാണെങ്കിലും മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് മാതൃകാ ജീവിതമാണ്. രണ്ടാമത്തേതാണ് സ്നേഹം. യോഹന്നാൻ 15:12 വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം എടുക്കാൻ പറ്റിയവർക്ക് ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനും വളരെ എളുപ്പമാകും. മൂന്നാമത്തെ കാര്യമാണ് കരുണ. ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചവർക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അത് മത്തായി 18:33 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചില്ലേ, നിങ്ങളത് എടുത്തവരല്ലേ, അത് നിങ്ങൾ മറ്റുള്ളവരോടും കാണിക്കേണ്ടതായിരുന്നില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്ന കാണാൻ പറ്റും. അവസാനമായിട്ട് അറിവ് നോളജ്, അത് നമുക്ക് കിട്ടിയാൽ കൊടുക്കാൻ എളുപ്പമാണ്. യാക്കോസ്ലീഹ 1:5 ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ജ്ഞാനിയായി മാറിക്കഴിയുമ്പോൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനും അവരെയും ജ്ഞാനിയാക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നിറവേറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ പ്രാർത്ഥനാപൂർവ്വം ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.